ശോഭേച്ചിയോട് നേരിട്ട് ചോദിക്കാമല്ലോ എന്നും തോന്നി. എന്തിനാണ് അവർ അതുമാത്രം ഒളിക്കുന്നത്? സുഹൃത്തിൻ്റെ ഭാര്യയെ പരിചയപ്പെടുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമല്ലേ അത്? രശ്മിക്ക് അസ്വസ്ഥത തോന്നി. സമരം കാരണം കോളേജിൽ നേരത്തെ വന്നൊരു ദിവസം സുനിൽ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് കുത്തുകല്ലിറങ്ങി താഴേക്ക് നടന്നതേയുള്ളൂ. ഇപ്പോൾ പാലത്തിൽ കയറും. ജനലിലൂടെ നോക്കിയാൽ കൈത്തോടിന് കുറുകെയുള്ള തടിപ്പാലം കാണാം. രശ്മി വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അക്കരെ നിന്ന് ശോഭേച്ചി പാലത്തിൽ കയറാൻ ഒരുങ്ങുന്നു. ഇക്കരെ നിൽക്കുന്ന സുനിലിനെ കണ്ട് കയറാതെ ഒതുങ്ങി നിൽക്കുന്നു. പരസ്പരം ചിരിക്കുന്നുണ്ടോ? വ്യക്തമല്ല. രശ്മിക്ക് ചങ്കിടുപ്പ് കൂടി. അപ്പുറം കടന്ന് സുനിൽ നിൽക്കുന്നുണ്ട്. അവരെന്തോ സംസാരിക്കുന്നുണ്ട്. 1 മിനിറ്റ്, ഏറിയാൽ 2. പിന്നെ പാലം കടന്ന് കുത്തുകല്ല് കയറി ശോഭേച്ചി പതിവ് പോലെ മുറ്റത്ത് വന്നു നിന്നു. അവളാണ് കുട്ട താഴ്ത്താൻ സഹായിച്ചത്. അമ്മ അകത്തെവിടെയോ ആണ്. ചേച്ചി സുനിച്ചേട്ടൻ്റെ കൂടെ പഠിച്ചതാണല്ലേ? അവൾ കഴിയുന്നത്ര ഭാവം മാറ്റാതെ ചോദിച്ചു. അവർ ചെറുതായൊന്ന് ഞെട്ടിയ പോലെ. എന്നിട്ടല്ലെന്ന് മെല്ലെ തലയാട്ടി. അവൻ എന്നേക്കാൾ ഇളയതല്ലേ? പിന്നെ കഴിയുന്നത്ര സ്വാഭാവികത വരുത്തിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ അനിയത്തി അവൻ്റെ കൂടെ പഠിച്ചതാണ്, ശാരി. ആ, 10ാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ കണ്ടായിരുന്നു. ചേച്ചിയെ പോലെ തന്നെ. അവൾ ചിരി വരുത്താൻ ശ്രമിച്ചു. അവരും. പാലത്തിൻ്റെ അക്കരയിൽ നിന്നുള്ള സംസാരം ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമാണ്. സുനിൽ ചോദിക്കുന്നു. അവൾക്ക് സുഖമല്ലേ ശോഭേച്ചി? പണ്ടത്തെ ഏതോ കത്തു കണ്ടു കിട്ടിയ പേരിൽ ഭർത്താവ് അവളെ വീട്ടിൽ കൊണ്ടാക്കിയെന്ന് ശോഭ അപ്പോൾ പറയുന്നില്ല. പകരം രശ്മി ഒരു പാവം കൊച്ച, നീ അതിനെ വിഷമിപ്പിക്കില്ലേ എന്ന് പറഞ്ഞവർ പാലം കടന്ന് കുത്തുകല്ല് കയറുന്നു. ചേച്ചി സുനിച്ചേട്ടൻ്റെ കൂടെ പഠിച്ചതാണല്ലേ എന്നൊരു ചോദ്യം ഒരുക്കി വെച്ച് രശ്മി മുറ്റത്തിൻ്റെ ഇറമ്പിൽ കാത്തു നിൽക്കുന്നു. 8 വർഷം പ്രണയിച്ച ശാരിയെയും സുനിലിനെയും രശ്മി ഒരിക്കലും അറിയില്ല. ജാതിയും ജാതകവും ചേർന്ന് മുടക്കിയ കല്യാണത്തെക്കുറിച്ച് അറിയില്ല. വീട്ടുകാർ ഉറപ്പിച്ച കല്യാണത്തിൻ്റെ തലേന്ന് സുനിലിൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് വാവിട്ടു കരഞ്ഞ പെണ്ണിനെ തിരികെ കൂട്ടിക്കൊണ്ടുപോകാൻ പെട്ട പാടിനെക്കുറിച്ച് ശോഭേച്ചി പറയില്ല. അമ്മ പറയില്ല. നാട്ടുകാരും പറയില്ല. സുനിലിൻ്റെ സിഗരറ്റിൽ ഇപ്പോഴും പുകയുന്ന ഓർമ്മകളെക്കുറിച്ച് അയാൾ ഒരിക്കലും പറയില്ല. തൊണ്ടക്കുഴിയിലേക്ക് ഒരു പുളിവെള്ളം ഇരിച്ചു വന്നത് മടുപ്പോടെ നീട്ടിത്തുപ്പി രശ്മി വരാന്തയിൽ തൂങ്ങുന്ന സഹകരണ ബാങ്കിൻ്റെ കലണ്ടറിലേക്ക് തീയതി എന്താണെന്ന് തിരിഞ്ഞു നോക്കി. ആർക്കും സുഖമില്ലായിരുന്നു. ആർക്കും.